ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിലും കണ്ടൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറഞ്ഞ ഗെയിം അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഒരു ലോഞ്ചിൽ നമ്മൾ പങ്കെടുക്കാത്ത അല്ലെങ്കിൽ ആ ഗെയിമിൽ പങ്കെടുക്കാത്തതിൻ്റെ റീസണാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. എനിക്ക് ആക്ച്വലി ഈ സാധനം അത്യാവശ്യം സ്കാം സംഭവമൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. അത് ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ അതിൻ്റെ മെത്തേഡും സംഭവങ്ങളൊക്കെ നോക്കിയപ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്തതാണ്. പിന്നെ ഇത് ആക്ച്വലി ഇതിന് മുമ്പ് ഇത്രയും കുറച്ച് കാലം മുമ്പ് തന്നെ നോട്ട് കോയിൻ എന്ന് പറഞ്ഞൊരു ക്രിപ്റ്റോ കോയിൻ ഇതേ രീതിയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്നോ അതിൻ്റെ അതേ മെത്തേഡാണ് അവർ ഫോളോ ചെയ്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഇതൊരു ഗെയിമാണ്. ഹാംസ്റ്റർ എന്ന് പറഞ്ഞൊരു അണ്ണാൻ്റെ പോലത്തെ ഒരു സാധനം, എലിയുടെ പോലത്തെ ഒരു സാധനമാണ്, നിങ്ങൾക്ക് അറിയിക്കുക തന്നെ. അപ്പോൾ അതിൽ ചുമ്മാ അങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ ക്യാഷ് സംഭവം നമ്മൾ ഇടുന്നു വേണ്ട, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റോ സംഭവങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നോർമൽ കാണുന്ന പോലത്തെ ഒരു ഫൈനാൻഷ്യൽ സ്കാമോ ഫ്രോഡോ സംഭവങ്ങളൊന്നും അല്ല. ഇതിന്റെ കാര്യം ശരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്കിങ്ങും അതുപോലെ തന്നെ റിസർച്ചും സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു സംഭവം വെച്ചാൽ ഇത് റിയലും ആണ് സ്കാമും ആണ്. അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നിട്ടാ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇതിന് കുറെ റെഡ് ഫ്ലാഗ്സുകൾ ഉണ്ട്. അതായത് കുറെ ഒരു സംശയം തോന്നിക്കുന്ന കുറെ പോയിന്റ്സുകൾ ഇതിന്റെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് നമുക്ക് ഈ ഹാംസ്റ്റർ കോയിൻസ് അടക്കം. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയിക്കും. പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക, ടാപ്പ് ചെയ്യുക തന്നെ പണി. അപ്പോൾ ഇത് എത്ര പേരാണെന്ന് അറിയാം നമ്മ സമയം കളഞ്ഞൊക്കെ എന്താ ഒരു ദിവസം ഫുള്ള് നമ്മൾ തട്ടിക്കൊണ്ട് വന്നിട്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇത് ഒന്നും നമ്മുടെ നഷ്ടപ്പെടുന്നില്ലെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ടൈം ഇഷ്ടം പോലെ സാധനം കളഞ്ഞു കുളിക്കുന്നുണ്ട്. എത്ര ആൾക്കാരെയെന്നോ ടൈം പോയിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു സംഭവമാണ്. നമുക്ക് ക്യാഷ് ഇപ്പോൾ 1000 രൂപയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെയും പോട്ടെങ്കിൽ, പക്ഷെ അതിനായിട്ടും കൂടുതൽ നമ്മൾ ഒരു ദിവസം എന്നല്ല, എത്ര ദിവസമായി ഇപ്പോൾ അത്രയും ടൈമാണ് നമ്മൾ വെറുതെ കളഞ്ഞത് ഇത് ടാപ്പ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ കുറേ റെഡ് ഫ്ലാഗുകൾ ഞാൻ പറയാം. എന്തായാലും ഇതിൽ ആക്ച്വലി ഇവരുടെ ആപ്പിലും അതുപോലെ തന്നെ ഇവരുടെ ഗെയിമിലൊക്കെ കുറേ AI ഇമേജസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പം നമുക്ക് കാണുന്ന മിക്ക AI സംഭവങ്ങളും ഫ്രോഡ് പരിപാടികൾക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് നമുക്ക് കണക്കെടുക്കാം. അതുപോലെ തന്നെ ഡെവലപ്പേഴ്സ് നെയിം ഇതുവരെയായിട്ട് ഡിസ്ക്ലോസ് സംഭവം ചെയ്തിട്ടില്ല. അതും വേറൊരു മെയിൻ ആയിട്ടുള്ള ഒരു റെഡ് ഫ്ലാഗ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇത് ഒറിജിനേറ്റ് ചെയ്ത കൺട്രി എന്ന് പറയുന്നത് റഷ്യയാണ്. അതായത് ഹാക്കേഴ്സ് ക്യാപിറ്റൽ എന്നൊക്കെ പറയാവുന്ന ഒരു കൺട്രിയിൽ നിന്നാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്താ പറയുക, ഒരു സ്പാം ആവാനും ഫ്രോഡ് പരിപാടി ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഓൾമോസ്റ്റ് നമ്മുടെ നോട്ട് കോയിൻ ലോഞ്ച് ചെയ്ത് അതേ മെത്തേഡ് തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഇത് റിയൽ ആവാനുള്ള ചാൻസ് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ടൺ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടഡ് ബൈ ടൺ കോയിനൊക്കെ നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാമിൻ്റെ പരിപാടിയാണ്, അവർ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു വൺ ഓഫ് ദ മെയിൻ എന്താ പറയുക ഒരു പോയിന്റ് ഫോർ ഫീലിംഗ് ഇറ്റ് വിൽ ബി എ റിയൽ സംഭവം. അല്ലെങ്കിൽ ഇതിനെ ഞാൻ തീരെ വിശ്വസിക്കില്ലായിരുന്നു. അപ്പോൾ ഇതിനെ ചെറുതായിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് റിയൽ ആവാനുള്ള പരിപാടി കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് റിയലും ആണ് സ്കാമും ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബൈബിറ്റ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് മെയിൻ പോയിന്റുകളാണ് നമുക്കിത് റിയൽ ആയിട്ട് എടുക്കാവുന്ന വന്നേക്കുന്ന 2 പോയിന്റുകൾ. സ്കാം എന്ന് പറയാനുള്ള എന്താ വെച്ചാൽ ഭയങ്കര ഹൈപ്പ് ഒരു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അറിയാം, ഈ ഓവർ ഹൈപ്പിൽ വരുന്ന സാധനങ്ങൾ ഒന്നെങ്കിൽ കുതിരയായിരിക്കും അല്ലെങ്കിൽ സ്കാം ആയിരിക്കും. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഈ സാധനം എന്തെങ്കിലും പറഞ്ഞാണ് എന്ന് വെച്ചാൽ പിന്നെ ഇതിന് യൂസ് കേസസും സംഭവങ്ങളൊന്നും ഇല്ല. ഒരു യൂസ് കേസും ഒരു എക്സ്പെക്ടേഷൻ സംഭവമൊന്നും ഇവരുടെ ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ സമയത്തിനെ കൊല്ലുന്നുണ്ട് ഇത് സാധനത്തിനെ. എന്നുവെച്ചാൽ എത്ര പേരാണ് ടപ്പ് ഞാൻ കുറേ പേര് കണ്ടുണ്ട് എന്നിട്ടൊക്കെ വെറുതെ കട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഭയങ്കര ഓവർ എക്സ്പെൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇത് റിയൽ ആയാൽ തന്നെ ഇനി വരാൻ പോകുന്നത്. കുറേ പേര് പറയുന്നത് ഒരു കോയിൻസിന് $1 ആയിട്ടാണ് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നതൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അവർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ കുത്തുവാൾ എടുക്കും. അവർ ഇത് മിക്കതും ഭയങ്കര ചീപ്പായിട്ട് സംഭവമായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കിടയിൽ ഒരു 1 മില്യൺ കോയിൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല 1000 രൂപയുടെ അടിയിൽ വാല്യൂ കിട്ടിയാൽ നിങ്ങൾക്ക് ഭാഗ്യം. അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു സ്ഥിരം പരിപാടി. ഒന്നാമത് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് എയർ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഉണ്ടാവാൻ പോണ സ്ഥിതികൾ. അല്ലാണ്ട് ഒരു എന്താ പറയുക ഇത് കുറേ പേര് ഇതും പിടിച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ വിറ്റിട്ട് വേണം കാറ് വാങ്ങിക്കാൻ, വീട് വാങ്ങിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ കുറേ പേര് ഇരിക്കുന്നുണ്ട്. ഇത് മിക്കതൊരു 99% ഇത് തന്നെ ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത്രയധികം കോയിൻസ് ഉള്ളവർക്ക് ചിലപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 1000 രൂപയുടെ വാല്യൂ കിട്ടുള്ള സംഭവം ലോഞ്ച് ആവാൻ പോകുന്നത്. അത് തന്നെ മാക്സിമം 99% എല്ലാ എക്സ്പേർട്സും സംഭവങ്ങളൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സ്കാമോ ആവാം റിയലോ ആവാം എന്ന് പറയാൻ മെയിൻ കാരണം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ എന്നാണ് മെയിനായിട്ട് ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തത്. പിന്നെ കാസ്പർസ്കൈ ഒക്കെ ഇതിനൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു നോട്ട്സ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ടെലിഗ്രാം, അതായത് ഇവരുടെ ഈ ഗെയിം ത്രൂ തന്നെ സ്കാമേഴ്സും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിനെ ഹാക്ക് ചെയ്യാവുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കാണിച്ചു തരാൻ വേണമെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ചുമ്മാ വെറുതെ പറയാൻ വിചാരിക്കണ്ട.
എവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്നത് അപ്പോൾ കാസ്പർസ്കൈയുടെ ഒരു പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നതാണ്. ഫിഷിംഗ് അറ്റാക്കാണ് ഇവർ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തുകൊണ്ട് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനത്തെ ഒരു ഫ്രോഡ് ആക്ടിവിറ്റിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിഷിംഗ് അറ്റാക്ക് വർ റീസെൻ്റ്ലി ഡിസ്കവേർഡ് ബൈ സൈബർ സെക്യൂരിറ്റി ഫേം കാസ്പർസ്കൈ എന്ന് പറഞ്ഞാൽ വലിയ മെയിൻ ആയിട്ടുള്ള ഒരു ആൻറ്റിവൈറസ് ഫേമാണ് കേട്ടോ, അവരാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ സെക്യൂരിറ്റി എക്സ്പെർട്ട് ഓൾഗ, അപ്പോൾ ഷീ ടോൾഡ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ടീം ഹാസ് എക്സ്പോസ്ഡ് എ സീരീസ് ഓഫ് ഫ്രോഡലന്റ് സ്കീംസ് ടാർഗറ്റിംഗ് യൂസേഴ്സ് ഓഫ് ഹാംസ്റ്റർ കോമ്പാക്ട്. അതായത് ഡയറക്ട്ലി ചിലപ്പോൾ ഹാംസ്റ്റർ കോമ്പാക്ട് വരെ ആവില്ല പറയുമ്പോൾ. അപ്പോൾ പക്ഷേ ഇത് ഹാംസ്റ്റർ കോമ്പാക്ട് യൂസേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ട് കുറേ സ്കാമുകൾ. അപ്പോൾ അതൊന്നും എന്തുകൊണ്ടാണ് നമ്മുടെ യൂസേഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ ലീക്ക് ആവുന്നതിൻ്റെ അർത്ഥം. In one scheme, scammers lure victims with promises of converting in game coins to rubles through phishing link that require Telegram login credential. അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റിയും കുറേ ഫിഷിംഗ് അറ്റാക്കും സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ആവുന്നുണ്ടെന്നാണ് ഇപ്പോൾ കാസ്പർസ്കൈ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ കാസ്പർസ്കൈ ചുമ്മാ ഒന്നും പറയില്ല, അവർ വൺ ഓഫ് ദ മെയിൻ ലീഡിംഗ് ആയിട്ടുള്ള ആൻറ്റിവൈറസ് ഫേമുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ആക്ച്വലി ഇത് ഫോളോയും ചെയ്യുന്നില്ല. ഞാൻ ലോഞ്ച് ആയപ്പോഴേ കളിക്കുന്ന സംഭവമൊന്നുമില്ല, വെറുതെ നമുക്ക് സമയം കളയാനുള്ള സംഭവമൊന്നുമില്ല. ഞാൻ ആക്ച്വലി ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വീഡിയോയിലൊക്കെ ഇന്നലെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറയുന്നുണ്ട്, ഞാൻ ആക്ച്വലി മഡ്രക്സ് എന്ന് പറഞ്ഞൊരു ആപ്പാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഞാൻ തന്നെ അഡാ എന്ന് പറഞ്ഞൊരു കോയിനും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എത്തേറിയം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് കാലമായിട്ട് ഞാനത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഇതെന്താ സംബന്ധിച്ചാൽ ക്രിപ്റ്റോ കോയിൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ക്യാഷാണ് സംഭവം. ക്യാഷ് അത് വാല്യൂ വരണമെങ്കിൽ അത് ആൾക്കാരിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടക്കണം. അങ്ങനെ നടന്നാൽ മാത്രമാണ് ഒരു കോയിന് അല്ലെങ്കിൽ ഒരു ക്യാഷ് സാധനം വാല്യൂ വരുള്ളൂ. അപ്പം നമ്മുടെ റൂപ്പയുടെ കാര്യം എടുക്കാൻ തന്നെ അത് ആരും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വെറുതെ കടലാസ് കഷ്ണമാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതുപോലെ ക്രിപ്റ്റോ കോയിൻസുകളും. ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ബിറ്റ് കോയിൻസും അതുപോലെ തന്നെ ഇപ്പോൾ ഇതേറിയം, അഡ, അങ്ങനത്തെ കുറേ കോയിൻസുകളൊക്കെ ആൾക്കാർ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്നതാണ്. അത് ഇത്ര ഫേമസ് ആയിട്ടും അതിന് ഇത്ര വാല്യൂ കൂടാനൊക്കെ കാരണം. പക്ഷെ അത് അങ്ങനത്തെ ഒരു റേഞ്ചിൽ എനിക്ക് എന്തായാലും തോന്നുന്നില്ല ഹാംസ്റ്റർ കോയിൻസ് എത്തുന്നേ തോന്നുന്നില്ല. എനിക്ക് 99.9% എനിക്ക് ഉറപ്പാണ് ഈ സാധനം ഒന്നെങ്കിൽ ലോഞ്ച് ആകാൻ പോകുന്നത് ഇത്ര ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ലോ വാല്യൂലായിരിക്കും, അല്ലെങ്കിൽ ഇത് സ്കാമാണ്. അതാണ് നമ്മുടെ ഒരു, ഞാൻ ഇത്രയും കാലം റിസർച്ച് ചെയ്തതിനെ ഇപ്പം ഞാൻ കുറച്ച് കാലം നോക്കി തുടങ്ങിയെന്ന് വെച്ചാൽ എല്ലാവരും ഇത് കളിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇതിനെ കുറിച്ച് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് നമുക്ക് കുറേ കമൻസായി വരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ആരോടും പറയുന്നില്ല, റെക്കമെൻഡേഷൻ സംഭവം ചെയ്യുന്നില്ല, നിങ്ങളിത് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് റിയൽ ആവാനും ഫേക്ക് ആവാനും ചാൻസ് ഭയങ്കര ഓൾമോസ്റ്റ് ഈക്വലാണ്. പക്ഷേ നിങ്ങൾക്ക് ഇത് റിയൽ ആയാൽ തന്നെ അതിൻ്റെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ ആയിരിക്കാനാണ് മാജോറിറ്റി ഒരു ഞാൻ പറഞ്ഞല്ലോ 99.9% അത് തന്നെയാണ് ചാൻസ്. നിങ്ങൾക്കിത് ഒരു കോമൺ സെൻസ് നോക്കിയാവുന്നുള്ളൂ. എന്ന് വെച്ചാൽ മില്യൺസ് ഓഫ് പോയിന്റ്സ് ഒക്കെ അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു കോയിന് $1 ഒക്കെ ആണെങ്കിൽ അവർ അവരുടെ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് അറിയിരിക്കും എത്ര മില്യൺസ് ആണ് അവർക്ക്. യൂട്യൂബ് ചാനലിലും ഇത്ര മില്യൺസ്, ടെലിഗ്രാം ചാനലിലും ഇത്ര മില്യൺസ് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അവർ ആദ്യം തന്നെ ഇഷ്ടം പോലെ ഇപ്പോൾ നല്ല കാശ് കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് മിക്കതും ഒന്നെങ്കിൽ സ്കാം ആയിരിക്കും അവർ നിർത്തി പോകുമ്പോൾ ഇടയിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ തന്നെ ലോഞ്ച് ആകാൻ പോകുന്നത് ഭയങ്കര ലോ വാല്യൂ ആയിട്ട് സംഭവമായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് മിക്കതും ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വാല്യൂ. ഇത് നമ്മുടെ ഒരു റെക്കമെൻഡേഷൻ സംഭവമൊന്നുമല്ല, ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു റിസർച്ച് സംഭവമൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അറിയാം. മിക്ക ഒരു മെയിൻ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റേഴ്സ് ഒന്നും ഈ സാധനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ഇതുമ്മേ ടൈം കൊടുക്കുന്നില്ല. എന്ന് വെച്ചാൽ ഭയങ്കര കുറേ റെഡ് ഫ്ലാഗ്സുകൾ ഈ സാധനമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം. എന്താ വെച്ചാൽ നമ്മുടെ ഒരു വ്യൂ ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കളിക്കുന്നവരാണെങ്കിൽ അത് നിർത്താനൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസും കാണുന്നവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനൽ ജയിച്ചു പോലെ കാണുന്നവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ കണ്ടാലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മതിയിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മുടെ ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.